നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്ന വീഡിയോ സീരീസിലെ 60ാമത്തെ വീഡിയോ ആണ് ഈ വീഡിയോ. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ ഏതാനും സ്വിംഗ് പിക്സ് ആണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പായിട്ട് കുറച്ച് സ്വിംഗ് പിക്സ് നമ്മൾ എൻട്രീസ് പറഞ്ഞിരുന്നു. അപ്പം അവയൊക്കെ കുറച്ച് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യമേ നമുക്കൊന്ന് പരിശോധിക്കാം. അതിനുശേഷം നമുക്ക് സ്വിംഗ് പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും സ്വിംഗ് പിക്സിൽ എൻട്രി എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടേതായ അനാലിസിസ് നടത്തിയതിന് ശേഷം കൃത്യമായ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്ത് മാത്രം എൻട്രീസ് എടുക്കുക. അപ്പോൾ നമ്മൾ ആക്സിക്കേഡ്സിൻ്റെ അകത്ത് നമ്മളൊരു എൻട്രി പറഞ്ഞിരുന്നു, സ്വിംഗ് എൻട്രി. നമ്മളിവിടെ ഉപയോഗിച്ച സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് സ്ട്രാറ്റജി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു റീജിയൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴായിരുന്നു നമ്മളൊരു എൻട്രി പറഞ്ഞിരുന്നത്. 107 റീജിയനിലാണ് നമ്മൾ ഇവിടെ ഒരു എൻട്രി പറഞ്ഞിരുന്നത്. അപ്പോൾ 107 റീജിയൻ, ഈ ഒരു റീജിയൻ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നു. എന്നിട്ട് നമുക്ക് കൃത്യമായി കുറച്ചും കൂടെ താഴോട്ട് വന്നു 100 റീജിയനിലേക്ക്. പക്ഷേ നമ്മുടെ ടാർഗറ്റ് അതിമനോഹരമായിട്ട് ഇവിടെ അച്ചീവ് ആയതായിട്ട് കാണാൻ സാധിക്കും. 126, 127 ആയിരുന്നു നമ്മുടെ ടാർഗറ്റ്, ഏകദേശം 20 രൂപയുടെ ടാർഗറ്റ്. അതിമനോഹരമായിട്ട് ഇവിടെ നമ്മുടെ ടാർഗറ്റ് ആക്സിക്കേഡ്സിൻ്റെ അകത്ത് നമുക്ക് അച്ചീവായി. അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ നമ്മുടെ സ്റ്റോക്ക് നോക്കാം. രണ്ടാമത്തെ സ്റ്റോക്ക് നമ്മൾ ഗൾഫ് പെട്രോളിയം ആയിരുന്നു. ഗൾഫ് പെട്രോളിയത്തിൽ നമ്മൾ അപ് ട്രെൻഡ് സപ്പോർട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സപ്പോർട്ട് റീജിയനിൽ ടച്ച് ചെയ്ത് നമ്മൾ ഈ ഒരു സപ്പോർട്ട് റീജിയനിലായിരുന്നു നമ്മൾ എൻട്രി പറഞ്ഞിരുന്നത്. 43 രൂപയുടെയാണ് നമ്മൾ എൻട്രി പറഞ്ഞിരുന്നത്. അതിനുശേഷം 56 ഈ ഒരു റീജിയനാണ് നമ്മുടെ ടാർഗറ്റ് പറഞ്ഞിരുന്നത്. അതിമനോഹരമായിട്ട് ടാർഗറ്റ് അച്ചീവായി. ഏകദേശം 4-5 ആഴ്ചയ്ക്കുള്ളിൽ അതിമനോഹരമായിട്ട് നമ്മുടെ ടാർഗറ്റ് 13 രൂപയുടെ ഒരു ടാർഗറ്റ് അതിമനോഹരമായിട്ട് നമുക്കിവിടെ അച്ചീവ് ആയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ ചാനൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊക്കെ നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇനി അതുപോലെ തന്നെ നമ്മുടെ അടുത്ത സ്റ്റോക്കാണ് ഇന്ത്യൻ ഹ്യൂം. ഇന്ത്യൻ ഹ്യൂമിൻ്റെ അകത്ത് നമ്മൾ സൈഡ് വേസ് ആയിട്ടായിരുന്നു മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ ഇങ്ങനെ സൈഡ് വേസ് ആയിട്ടായിരുന്നു മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു റീജിയനിലാണ് നമ്മൾ എൻട്രി, നമ്മൾ സപ്പോർട്ട് റീജിയനിലാണ് നമ്മൾ സൈഡ് വേസിൽ സപ്പോർട്ട് റീജിയനിലാണ് നമ്മൾ എൻട്രി നമ്മൾ പറഞ്ഞിരുന്നത്. 189 റീജിയനിലാണ് നമ്മൾ എൻട്രി പറഞ്ഞിരുന്നത്. അതിനുശേഷം സ്റ്റോപ്പ് ലോസ് ആയിട്ട് 176 റീജിയനാണ് പറഞ്ഞിരുന്നത്. പക്ഷേ സ്റ്റോപ്പ് ലോസിലൊന്നും ഹിറ്റ് ആകാതെ തന്നെ സ്റ്റോപ്പ് ലോസിൻ്റെ ഏകദേശം അടുത്ത് വരെ വന്നു. എന്നിട്ട് അതിമനോഹരമായിട്ട് നമ്മുടെ ടാർഗറ്റ് അച്ചീവായി. 210 രൂപയായിരുന്നു നമ്മുടെ ടാർഗറ്റ്. അതിമനോഹരമായിട്ട് ഇന്ത്യൻ ഹ്യൂമിലും ടാർഗറ്റ് അച്ചീവായി. അപ്പോൾ ടോട്ടൽ നമ്മൾ ഈ ചാനലിലൂടെ 6 സ്വിംഗ് പിക്സ് പറഞ്ഞിരുന്നു. അതിൻ്റെ അകത്ത് 2 എണ്ണത്തിൻ്റെ അകത്ത് എൻട്രി നമുക്ക് ലഭിച്ചില്ല. ബാക്കി 4 എണ്ണത്തിൻ്റെ അകത്താണ് എൻട്രി ലഭിച്ചത്. ആ 4 സ്റ്റോക്കിലും നമുക്ക് അതിമനോഹരമായിട്ട് നമ്മുടെ ടാർഗറ്റ് അച്ചീവായിട്ട് ആയതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഈ ചാനലിലൂടെ നമ്മൾ നിഫ്റ്റിയിലെ നല്ല സ്റ്റോക്കുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അവയുടെ വാലുവേഷൻ ലോങ് ടൈമിലേക്കും ഷോർട്ട് ടൈമിലേക്കും, അതുപോലെ തന്നെ നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. സ്വിംഗ് എൻട്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫുൾ ടൈം ആയിട്ടാണെങ്കിലും ഫുൾ ടൈമായിട്ട് ജോലി ചെയ്യുന്നവരാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാർട്ട് ടൈമായിട്ട് ചെറുതായിട്ട് മാർക്കറ്റ് വാച്ച് ചെയ്ത് തന്നെ നിങ്ങൾക്ക് നല്ല എൻട്രീസും അത്യാവശ്യം നല്ലൊരു വെൽത്തും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇനി മുമ്പോട്ട് നമ്മുടെ 2 സ്വിംഗ് എൻട്രീസ് നമുക്ക് നോക്കാം. നമ്മുടെ ഒന്നാമത്തെ സ്വിംഗ് എൻട്രിയാണ് ട്രൈ ടർബൈൻ. ഈ ഒരു സ്റ്റോക്കാണ് നമ്മുടെ എൻട്രി. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു അപ് ട്രെൻഡ് സപ്പോർട്ടിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ഈ ഒരു അപ് ട്രെൻഡ് സപ്പോർട്ടിൽ ബൗൺസ് ചെയ്ത് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്കിൻ്റെ അകത്തൊരു സ്വിംഗ് എൻട്രി ആയിട്ട് നമ്മൾ പറയുന്നത് 190 ആണ്. അപ്പോൾ 197 ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ലൊരു എൻട്രി ആയിട്ട് എടുക്കുന്നത് 190 റീജിയനാണ്. 190 വന്നിട്ടുണ്ടെങ്കിൽ എൻട്രി എടുക്കുക. കൃത്യമായ സ്റ്റോപ്പ് ലോസും കൃത്യമായ ടാർഗറ്റും ഇട്ട് കൃത്യമായിട്ട് എക്സിറ്റ് ആകാൻ നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും സ്വിംഗ് ട്രേഡിങ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും സ്വിംഗ് ട്രേഡിങ്ങിനുള്ളൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, 43ാമത്തെ വീഡിയോ ആയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടതിന് ശേഷം എത്ര ക്വാണ്ടിറ്റി എടുക്കണം, എങ്ങനെ ക്യാപിറ്റൽ യൂട്ടിലൈസ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു റീജിയനിൽ എൻട്രി എടുക്കുക. അപ്പോൾ 190 ഒരു എൻട്രി, 213 രൂപയാണ് നമ്മുടെ ടാർഗറ്റ്. 213 ഈ ഒരു റീജിയനിൽ നമുക്ക് കാണാൻ സാധിക്കും റെസിസ്റ്റൻസ് എടുത്തതായിട്ട് ഈ ഒരു റീജിയനിൽ. അപ്പം 213 രൂപ നമ്മുടെ ടാർഗറ്റ്, അതുപോലെ തന്നെ 175 രൂപ നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഏകദേശം 15 രൂപയുടെ ഒരു സ്റ്റോപ്പ് ലോസ്, അതുപോലെ തന്നെ 23 രൂപയുടെ ഒരു ടാർഗറ്റ്. അപ്പോൾ നല്ലൊരു റിസ്ക് റിവാർഡ് റേഷ്യോ തന്നെയാണ് നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റോക്കാണ് ഇർക്കോൺ നമുക്ക് കാണാൻ സാധിക്കും 1 വീക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ അപ് ട്രെൻഡ് സപ്പോർട്ടിൽ വീണ്ടും
ടച്ച് ചെയ്ത് ബൗൺസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം ഏകദേശം അപ് ട്രെൻഡ് സപ്പോർട്ടിനോട് ചേർന്ന് തന്നെയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് 46 രൂപ 55 പൈസയ്ക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും 44 റീജിയണിൽ നമ്മൾ നല്ലൊരു എൻട്രി എക്സ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ 44 റീജിയണിൽ നമുക്ക് എൻട്രി എടുക്കാം. അതിനുശേഷം നമ്മുടെ ടാർഗറ്റ് 53 രൂപ, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് 39 രൂപ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് സെറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഏകദേശം 5 രൂപയും നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 9 രൂപയാണ്. അപ്പോൾ നല്ലൊരു റിസ്ക് റിവാർഡ് റേഷ്യോ തന്നെയാണ് നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് 1:2. അപ്പോൾ തീർച്ചയായിട്ടും കൃത്യമായ റിസ്ക് റിവാർഡ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുക, ക്യാപിറ്റൽ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക, ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക, സ്വിംഗ് ട്രേഡിങ് ചെയ്യുക. ഇങ്ങനെ നല്ല രീതിയിൽ പതിയെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നതുവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.